ശരി, നീ ഇവിടെ കഥ വായിക്കുക. വല്യേട്ടൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നീ പഠിക്കാന്ന്. ഇവിടെ കഥ വായന. വെറുതെ എന്നെ കൂടി ചീത്തയിപ്പിക്കില്ല കേട്ടോ. എന്റെ അമ്മേ, ആരറിഞ്ഞ വല്യേട്ടൻ വന്നത്? പഠിക്കാൻ ഇങ്ങനെ ഒരു മടിച്ച്. പഠിച്ചില്ലെങ്കിൽ കേടത്തിയെ പോലെ വല്ല കമ്പനി ജോലിക്കാരനെ കൊണ്ടും കെട്ടിക്കും. പഠിച്ചൊരു നിലയിലെത്തിയ നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരെ കിട്ടും. അമ്പിയടുത്തി മക്കള് വന്നിട്ട് 1-2 മാസായില്ല അമ്മായിയെ. വരാണ്ടിരിക്കുക ഭേദം. പരാതി കേൾക്കണ്ടല്ലോ. നിന്നോട് കാളയ്ക്ക് പുല്ലിട്ട് കൊടുക്കാൻ പറഞ്ഞു ചേട്ടൻ. ഇന്നലത്തെ പുല്ല് ബാക്കിയുണ്ടെന്നല്ലേ? ഇല്ല, ബാക്കിയുണ്ടായിരുന്നത് വൈകുന്നേരം പയ്യനിട്ട് കൊടുത്തു. എന്നാ ഏട്ടന്റെ കിട്ടണത് വേഗം ചെന്ന് മേടിച്ചോ. അയ്യോ എന്റെ അമ്മേ, ഒരുക്കള് പുല്ല് മാത്രമേ തിന്നുള്ളൂ എന്ന് വെച്ചാ കഷ്ടാ. തൽക്കാലം 2 കണ്ണ് വൈക്കോലിട്ട് കൊടുക്ക്. മാലതിയെ, വിജയന്റെ കത്ത് വല്ലതും കിട്ടിയെന്ന് പറഞ്ഞോടി അവൻ. ഇല്ല, കിട്ടിയില്ല. ആഴ്ച 2-3 ആയി ഒരു കത്തോ വരെ അറിഞ്ഞിട്ട്. 2 വരെ കുറിച്ചിട്ടാ എന്താ അവന്? പരീക്ഷയുടെ സമയല്ലേ അമ്മായി, പഠിപ്പിന്റെ തിരക്കായിരിക്കും. ഊണും ഉണ്ടാവില്ല, ഉറക്കം ഉണ്ടാവില്ല. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു പഠിപ്പ്? അമ്മായി എന്താ വിചാരിക്കണേ? കുട്ടികളെ ആക്കിയ പരീക്ഷ ഓരോ നിയമപുസ്തകങ്ങളെ ഈ അമ്മയോളം ഉണ്ടാവും. സമ്മതിക്കണം വിജയേട്ടന്. ഇതൊക്കെ എങ്ങനെയാ പഠിക്കണേ ടീച്ചറാ? മതി ഓരോരുത്തരുടെ വീരവാദം പറഞ്ഞത്. ലോകത്ത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഒരാള് വക്കീലിന് പഠിക്കണത്. ഈ ഏടത്തേക്ക് എപ്പോഴും കളിയാക്കലാ. എന്താ കുഞ്ഞമ്മാമ ഇത്? ത്രിസന്ധിക്ക് നാമം ചോദിക്കുമ്പോഴാ ഉമ്മറത്ത് വന്നിരുന്ന് കാർക്കിച്ചു തുപ്പണേ. കുത്തി കുത്തി ഒരു ചുമ എങ്ങനെയാ മാറണേ? വലിച്ചു കയറ്റിയല്ലേ പോക. ഈ ബീഡി വില ഒന്ന് നിർത്തുവോ? എന്നാ മാറും ചുമ. നിർത്തി, ഇതോടെ നിർത്തി. നാളെ മുതലില്ല, തീരുമാനിച്ചു. അച്ഛൻ വെടിവലി നിർത്തിയിട്ട് ചുമ മാറും. 2 ദിവസം ഉണ്ടില്ലെങ്കിലും വിരോധമില്ല. പോക്ക തിന്നാണ്ട് പറ്റില്ല. നിർത്തി വയ്യ. സിഗരറ്റ് ആണെങ്കിൽ ഇത്ര ദോഷമില്ല. നാളെ മുതൽ സിഗരറ്റ് ആക്കാനാ വിചാരിക്കണേ. അതിന് നല്ല ചുരുട്ടാ, നല്ല പുകല ചുരുട്ട്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഉരുക്കൾക്ക് പുല്ലിട്ട് കൊടുത്തോടി. കൊടുത്തു. പുല്ലല്ല, വൈക്കോല്. വൈക്കോലോ? ഇന്നെന്താ പുല്ലരിഞ്ഞില്ലേ? ഇല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ അവിടെ പണി? 3-4 പെണ്ണുങ്ങളുള്ള വീടാ. ഇത്തിരി പുല്ലരിഞ്ഞു കൊടുക്കാൻ ആർക്കും ഇല്ല സമയം. വൈക്കോലിന് ഇപ്പൊ വില എന്താണെന്നറിയോ? 3 നേരം ഉരുട്ടി വിഴുങ്ങണമെന്നല്ലാണ്ട് ഇവിടത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ആർക്കും അറിയണ്ടല്ലോ. ഓത്തിനെ പോലെ പണിയെടുക്കാൻ ഒരുത്തനുണ്ടല്ലോ അവിടെ. ആരം വലിച്ചു വലിച്ചു തോറ്റു. മേടിച്ചു നിൽക്കാണ്ട് പൊയ്ക്കോ അപ്പുറത്ത്. പുല്ലരിയാൻ അവള് പോയതാ. പിന്നെന്താ, സൗകര്യത്തിലായിരിക്കും. അവിടെ ഒരു പാമ്പിനെ കണ്ടവള് പേടിച്ചു. അതുകൊണ്ട് ഞാനാ പറഞ്ഞേ ഇന്ന് പുല്ലരിയണ്ടാന്ന്. അത് പറഞ്ഞല്ലോ അവള്. പറയാനൊരു ഇട കൊടുക്കണ്ടേ? പറമ്പിലൊക്കെ നടക്കുമ്പോ സൂക്ഷിക്കണമെന്ന് പറയാവുള്ളൂ. എന്തെങ്കിലും വന്നുപോയാൽ ഞാൻ തന്നെ ഉടനെ അതിനും. വടക്കേ എല്ലിയുടെ അടുത്ത് നല്ല മൂത്ത ഇനുണ്ട്. എനിക്ക് വയ്യത് ഈ പരത്തല്. എന്നാ എടുത്ത് പപ്പടം കാച്ച്, ഞാൻ ഉണ്ടാക്കാം. ഓരോരുത്തര് പട്ടണത്തിൽ നിന്ന് പഠിക്കുന്ന ഓരോ സ്വഭാവങ്ങള്. എനിക്ക് ഉണക്കദോശ കണ്ടൂടാ. എനിക്കും അതെ. വിജയേട്ടന് രാത്രി ഇതാണ് ഇഷ്ടം എന്ന് നിന്നോട് പറഞ്ഞോ? പറയണേ എന്തിനാ? എല്ലാ കാര്യങ്ങളും ആളുകൾ പറഞ്ഞിട്ടാ മനസ്സിലാക്കണേ. മതിയടി കളിച്ചത്. ആരെങ്കിലും കണ്ടാ നാണക്കേട്. പ്രായത് എന്റെ കുറ്റോ? എന്റെ വീട്ടുമുറ്റത്തല്ലേ ഞാൻ കളിക്കണേ. ഈ അച്ഛമ്മയുടെ ഒരു കുശുമ്പ്. അച്ഛനും ചെറിയച്ഛനും ഒക്കെ ഉള്ളപ്പോ എന്റെ കൂടി കളിക്കുന്നതോ? അമ്മേ, കുഞ്ഞമ്മാമ എന്തിയെ? ആവോ, കുറച്ചു മുമ്പ് ഇവിടെ ഇരിക്കണ കണ്ടു. എന്തേ? വെളിച്ചെണ്ണ തീർന്നു, ഇത്തിരി വെളിച്ചെണ്ണ വാങ്ങാൻ. ഇവിടുത്തെ വെളിച്ചെണ്ണയുടെ ഒരു ചെലവ്. എല്ലാരും കുടിക്കാന്നാ തോന്നണേ. വെറുതെ ആണോ രാഘവൻ ചീത്ത പറയണേ? അച്ഛമ്മ, ചെറിയച്ഛൻ. എടാ ഉണ്ടുണ്ണി, നീ ഉരുണ്ടുരുണ്ട് വരികയാണല്ലോ.
അതിനെപ്പോഴും വിശപ്പല്ലേ അവന്? അതെയാ മോനൊരു ഉമ്മതാ ചെറിയച്ചന് മിടുക്കൻ. ഇവളെന്തോന്നും മിണ്ടാത്തത്? എന്തിയടി? ചെറിയച്ചെന്നെ എടുത്തില്ലല്ലോ. ഓ അയ്യോ, അതിന് നീ മുട്ടം പെണ്ണായി പോയില്ലേ? ഏട്ടൻ ഇവനൊന്ന് പിടിച്ചേ. വലിയ എന്റെ അടുത്ത് വരൂട്ടോ നീ. ആ മോൻ പോണ്ടട്ടാ, പടി. എന്താ വിജയ? ആവാ. മതിയടി, ഇനി താഴെ ഇറങ്ങും. സാരല്ല എടുത്തി. ഇവളിപ്പോഴും കുട്ടികളുടെ കൂടെ കളിച്ച് നടക്കല്ലേ? ഓ, ഈ പറയണ ആളൊരു മുത്തശ്ശൻ. എന്നാലും ഒരു കത്തയക്കാൻ അവിടെ ഇല്ലെന്തും കവറൊന്നും കിട്ടില്ലേടാ. പരീക്ഷയുടെ ചൂട് തലേ കയറി ഇരിക്കുമ്പോഴാണോ അമ്മേ കത്ത്? കുടുംബത്തിരിക്കുന്നവർക്ക് ഒരു സമാധാനം വേണ്ടേ? ഇനി ഇപ്പൊ കുടുംബത്ത് തന്നെ ഇരിക്കാൻ പോവല്ലേ? ഇവിടെ ഒരാള് പാതിരാത്രി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോയതാ. എന്നാ പറഞ്ഞ സമയത്തിന് തിരിച്ചെത്തണ്ടേ? കുടുംബം വിട്ടാ പിന്നെ ആർക്കും ആ വിചാരമില്ല. ഡേടി, മതി, നിർത്ത്. കുടുംബത്തിന്റെ വിചാരം എന്താണല്ലോ 10 രൂപ കൊല്ലായിട്ട് കരുതിയെ പോലെ ഭാരം വലിക്കണേ. വായി നല്ലൊന്നും കേൾക്കണ്ട. പോട്ടടാ, പറഞ്ഞു ഇനി അത് മതി 2 ദിവസത്തേക്ക്. ഞാനൊന്നും മിണ്ടണില്ല. മിണ്ടിയ കുറ്റം. നയനെ ഈ പെട്ടകത്ത് തീർത്തി വെക്കണേ. കൽപ്പിക്കാൻ നിൽക്കാണ്ട് കുഞ്ഞമാമയ്ക്ക് തന്നെ അതങ്ങോട്ട് ചെയ്തൂടെ? വേണ്ട കുഞ്ഞമാമ, ഞാൻ എടുത്തു വെച്ചോളാം. മോൻ താഴെ ഇറങ്ങി നിന്നാ ചെറിയച്ചൻ ഇത് തുറന്നൊരു കൂട്ടം എടുത്തുതരാം. എന്താ ചെറിയച്ച? വാ കാണിച്ചുതരാം. അമ്മേ, തിന്നാനെന്താ ഉള്ളേ? ഏതാണ്ടൊക്കെ വറുക്കുക പൊരിക്കുക ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാടി? ഇഷ്ടമുള്ളതൊക്കെ ഉണ്ട്. വിളിച്ചു വന്നാട്ടെ. തീറ്റ കഴിഞ്ഞിട്ട് കുളി, അതാണ് പുതിയ ചിട്ട. ഒന്ന് സഹായിക്കടി. ഇതൂടെ. അയ്യടാ. അപ്പളേ നമ്മള് പോട്ടെ. ഓ, റേഷൻ പൊടിയിൽ നിൽക്കുമ്പോൾ ആ ഏട്ടനും അനുസരണം കൂടി വന്നിറങ്ങണം. അരി കൊടുത്തിട്ട് വേണം അത്തായത്തിന്. കേൾക്കുക. എന്താ അത് കായ? അതങ്ങടെ കയ്യിൽ വെച്ചോടി. അതല്ല, ഇതിരിക്കട്ടെ. ഞമ്മക്കൊരു കേസ് ഉണ്ടാവുമ്പോ ബാധിക്കാനുള്ള ആളാ. അപ്പോ ബക്കി പീസ് കുറച്ചാ മതി ഈ കായ്. എന്തേ കുഞ്ഞന്നായരെ? വാസ്തവം. ആ, ഈശ്വരൻ അനുഗ്രഹിച്ചാ മതി. ഒക്കെ പഠിച്ചോ തരുന്നേ. അങ്ങനെ രാജകുമാരി നോക്കുമ്പോ ഒരു വലിയ സർപ്പം ഇങ്ങനെ തലയിലൊരു മാണിക്കക്കല്ലൊക്കെ വെച്ച് അങ്ങനെ മതി എഴുന്നത് കഥ പറയും. എഴഞ്ഞത് മതിയെങ്കിൽ മതി, കഥ തീർന്നു. പറയ് ചെറിയച്ച, രാജകുമാരി അപ്പോഴെന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല. പകുതി വഴി എത്തിയപ്പോഴേക്കും പാമ്പ് എഴുത്തിൽ നിർത്തിയില്ലേ? പിന്നെ രാജകുമാരിക്ക് എന്താ? എന്നാ വേറെ കഥ പറ കൊരങ്ങച്ചന്റെ. വേണ്ട, ഈ കഥ പറഞ്ഞാ മതി. പറയ് ചെറിയച്ച. നീ ചെറിയച്ചൻ കിടന്ന് ഉറങ്ങട്ടെ മോളെ. നേരെ എന്തായെന്നറിയോ? വേണ്ട, കഥ പറയാൻ പറയച്ച. കഥ പറയാൻ ഇവള് സമ്മതിക്കണില്ല കേട്ടോ. ഏട്ടാ, പാമ്പ് പകുതി വഴി കഴിഞ്ഞപ്പോഴേക്കും ഇവള് പറയാ ഇനി എഴേണ്ടാന്ന്. പാമ്പ് എഴിഞ്ഞ് എത്തിയാലല്ലേ രാജകുമാരിയെ കടിക്കാൻ പറ്റൂ. ഞാൻ പണ്ടാരെ എഴുതട്ടെ. ആ, അങ്ങനെ നീ പാമ്പ് എഴിഞ്ഞ് തരട്ടടി. നീ കിടന്ന് ഉറങ്ങി വിജയ. പാമ്പളെ കിടക്കാം. എനിക്ക് കഥ കേൾക്കണോ? ഏട്ടൻ കിടന്നോ, ഇവരെന്റെ കൂടെ കിടന്നോളൂ. അവനെ മൂത്രം ഒളിപ്പിച്ചിട്ട് കിടത്തണം കേട്ടോ, ഇല്ലെങ്കിൽ അവൻ കിടന്നോളൂ. ഊടാ മുള്ളുവോ? ഇല്ല, ആ, മുള്ളിയാ നിന്റെ ശുന്നായി ഞാൻ പൊട്ടിക്കും. ഞാൻ മുള്ളില്ല. എന്നാ ഞാൻ കിടന്നോട്ടെ, നാളെ കാലത്ത് ഒഴിവ് ഇറങ്ങണ്ട. ഓ, എന്നാ പറയേ. ഇങ്ങനൊരു മടിയൻ പാമ്പ്. വേഗം എത്തട്ടെ അസത്ത്. വേഗം എഴിഞ്ഞ് എത്തണ്ടേ? അങ്ങനെ എടി അമ്പികേ, ഈ മുണ്ടെടുത്ത് കുത്തിട്ടാടി. ഈ നാടകത്തിന്റെ ഒന്നും ആവശ്യമില്ല. നീ ഒന്ന് കുത്തിത്താടി. എന്റെ അപ്പോ. ആങ്ങളമാരെ അമ്മയൊക്കെ കാണുമ്പോ എല്ലാം മറന്നു പോരുത്. ഒരു 10,000-3000 ഒപ്പിക്കണം. നിങ്ങൾക്ക് അങ്ങോട്ട് വാ തുറന്ന് ചോദിച്ചൂടെ? നിന്നെ പോലൊരു മണ്ടി. എടി, ഞാൻ 1-2 പറഞ്ഞ് മുഴിഞ്ഞാ പിന്നെ അത് മുഴിച്ചില്ല. പിന്നെ ഈ മുറ്റത്ത് കയറാൻ പറ്റില്ല. നീ മുഴിഞ്ഞാലും പിണങ്ങിയാലും കുഴപ്പമില്ല, നിന്റെ വീടാ. അവകാശവും തന്നിട്ടില്ലല്ലോ. ആ, നടക്ക് നടക്ക്. ആഹാ, ഇതാരൊക്കെയാ? നിങ്ങളുടെ കാര്യം എപ്പോ അങ്ങോട്ട് ഓർത്തേ ഉള്ളൂ. ഇതൊന്ന് പിടിച്ചേ. അനുമ്പോൾ അമ്മമ്മ മറന്നാ? ഏട്ടൻ എന്തിയമ്മേ? അവൻ ചന്തയ്ക്ക് പോയി. എന്ത് വിൽക്കാനാണമ്മേ? നാളികേരാ? ഇത്തിരി നാളികേരുണ്ട്, ഇത്തിരി പച്ചക്കറിയുണ്ട്. ശ്രീകുട്ടിയെ, ഇതാരാ വന്നിരിക്കണേന്ന് നോക്കിയേ. ദിവാകരനിപ്പോ ജോലിക്ക് പോണുണ്ടല്ലോ ഇല്ലേ? ഒരാഴ്ച പോയാ ഒരാഴ്ച ലീവാ. ആരോഗ്യം ഇങ്ങോട്ട് ശരിയായിട്ടില്ല.
കിട്ടുന്നത് മരുന്നിനേ ഉള്ളു എന്റെ അമ്മേ. ഇതൊക്കെ എന്തിനാണ് അമ്മയോട് പറയുന്നത്? ഇതായി മനുഷ്യന്റെ സ്വഭാവം. നമ്മുടെ വിഷമം എന്റെ ഏട്ടനോടും അമ്മയോടും അല്ലാണ്ട് ഞാൻ ആരോടാ പറയാ? അതിലൊരു മാനക്കേടും ഇല്ല. ഏടത്തി സുധയും എന്റെ അമ്മേ അപ്പുറത്തുണ്ട്. വാ മോളെ. വന്ന കാലം നിൽക്കണ്ട, ഇരിക്കൂ ദിവാര. ഓ, ഇരുന്നോളാം. ആ. ഉം. ആ. ശ്ശോ. ഉം. ശ്ശോ. ഉം. ആഹാ, നീയായിരുന്നു. ഞാൻ വിചാരിച്ച ഏട്ടനാണെന്ന്. വീട് വിളിച്ചല്ലേ? ഓ, ബീഡിയല്ല, സിഗരറ്റ്. എന്തേ? എനിക്കൊന്നുമില്ല. വലിച്ച ക്യാൻസർ വരും, അത് മറക്കണ്ട. ഓ, അതെനിക്കറിയില്ല. നിന്നോട് ആര് പറഞ്ഞു? വെറുതെ കളിയാക്കണ്ടാട്ടോ. എന്തൊക്കെ എടുക്കാനുള്ള വെച്ചാ വേഗം എടുത്തിറങ്ങിക്കോ. ഈ മുറിക്ക് അവകാശം എത്തിയിട്ടുണ്ട്. അമ്പയർത്തി വന്നോ? വന്നു. ഏട്ടനും കുട്ടികളും എല്ലാരും ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് തൊട്ട് കുഞ്ഞമ്മാമയുടെ കൂടെ. ഈ മുറിയുടെ അവകാശം തീരെ കിട്ടണമെങ്കിൽ കല്യാണം കഴിയണം. ഛോ. ചോറിത്രയുള്ളൂ. കഴിഞ്ഞില്ലേ? ആ സമയത്ത് അവരെടുത്ത് വന്നു കയറിയെന്ന ഒരു വിചാരമില്ല. നമുക്കില്ലെങ്കിൽ സാരില്ല. ഏട്ടൻ വരുമ്പോ ഊണ് എടുക്കണ്ടേ? സാരമില്ല, നമുക്ക് ഇത്തിരി അരി ഇടാം. കൊണ്ടേക്കോ. കേസ് കിട്ടിയില്ലെങ്കിലും ദിവസം 2 ജാമ്യ കേസ് കിട്ടിയ കുറഞ്ഞത് 200 റുപ്യ വീഴും. പോരെ? പോരാ, വെറും 200 റുപ്യക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഏട്ടൻ പറയുന്ന പോലെ 2 കാളെ പൊട്ടിയാൽ മതി. രാമൻകുട്ടി മേനെ പോലെ നല്ലൊരു വക്കീലാവണം. എടി അമ്പികേ, കേക്കടി. രാമൻകുട്ടി മേനന്റെ ഒരു ഹിയറിങ്ങിന് 3000 കുറഞ്ഞ ഫീസില്ല. എന്റെ അമ്മേ, 3000? ആ, കളിക്കണ കളിയാ. ഓ, കുറച്ച് ചോറട്ടെ. ഞാൻ എണീക്കണു, എന്റെ കൈ ഉണങ്ങി. എണീറ്റു എണീറ്റു. ഉണ്ണുമ്പോ എനിക്ക് സാവധാനം ഇരുന്ന് ഉണ്ണണം. എനിക്ക് ഇവിടെ വന്ന വിശപ്പ് കൂടുതലാ. അതിപ്പോ എവിടെ ചെന്നാലും കുറവൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം തനിയൊരു ചെറിയ ചെന്നമ്മയുടെ കല്യാണത്തിന് 2ാം മന്തി തുടങ്ങിയിട്ടും ദിവാരായിട്ടിരുന്ന് തട്ടു തന്നെ. അവിടെ പിള്ളേര് കളിയാക്കി പറയണ കേട്ടപ്പോ എന്റെ തോലുരിഞ്ഞു പോയി. ഒന്നും മിണ്ടാതിരിക്കടി. കുഞ്ഞമ്മായി, അന്ന് നമ്മളൊരു പേരിട്ടില്ലേ, തീറ്റുറപ്പായി. അതിന് ഇത്ര കളിയാക്കി ചിരിക്കാൻ എന്താ ഉള്ളേ? ഓടി അവിടുന്ന്. വയസ്സിന് മൂത്താരോടാ കളി പറയണേ? പിള്ളേരുടെ മുഖം കഴിയിക്ക്. വാ. മതി തിന്നത്. ഏയ്, അവളൊരു പൊട്ടത്തരം പറഞ്ഞതാടി. അതിന് നീ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. ഊണ് കഴിക്കുന്നത് അവരവരുടെ തൃപ്തിക്ക് കഴിക്കണം. ദിവാകരന് ഇഷ്ടം പോലെ കഴിക്കും. എന്നാ പിന്നെ ഞാനും ഒന്ന് കൈ കഴുകിയിട്ട് വരാം. മാലോ, ആ ദിവാരൻ എപ്പോഴെത്തി? കുറച്ചു നേരമായി. ഇരിക്കു ദിവാര. ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോ രാജാവ് വന്നാലും എഴുന്നേൽക്കണ്ടെന്നാ എന്റെ കുഞ്ഞമ്മാമേ. രാജാവ് വന്നാലും ഞാൻ എണീക്കില്ല. ഏട്ടൻ വന്നാ ഞാൻ എണീറ്റ് പോകും. ഇനി ഇരിക്കാലോ. 2 ദിവസം കൂടെ തീർത്തോളം. എന്നിട്ട് ഉപ്പില്ല മുളകില്ലാന്ന് പരാതി. ഞങ്ങളാരും പുറത്ത് വിൽക്കുകയൊന്നുമല്ല, കുടുംബത്തെ ആവശ്യങ്ങൾക്ക് തന്നെ എടുക്കണേ. ഏട്ടനിരിക്കൂ. ആ, നമുക്ക് ഒരുമിച്ചിരിക്കാം. കുഞ്ഞമ്മാമ ഇരുന്നോട്ടെ. ആ, എന്നാ കുഞ്ഞമ്മാമ ഇരുന്നോളൂ. കുഞ്ഞമ്മാമക്കല്ലേ വിശപ്പും ദാഹമൊക്കെ. കിരിങ്ക 1 കിലോ എല്ലില്ലാണ്ട്. ആരാ പെരുന്നാര്? അമ്പികടത്തിയും ഭർത്താവും വന്നിട്ടുണ്ട്. അതോ എന്ന് വന്ന് 3-4 ദിവസമായി. കരീമേ, കുറിച്ചു വെച്ചോ. ഈ മാസത്തെ പലിശ കാശ് കുറയ്ക്കാം. ഓ, അപ്പൊ കാണാം. ശരി. എന്റെയും ഇങ്ങനെ ഏട്ടന്റെ ഒക്കെ കായ് കൊണ്ട് തിന്നണ ഹമുക്കാണ്. കയ്യില് വരണ കാശൊക്കെ എങ്ങടാ പോണേന്നൊരു പിടിയില്ല. പുറമെ നിൽക്കണവർക്ക് ഇന്ത്യയിൽ പൂത്ത പണണ്ടെന്നാ ധാരണ. വലിയ മാളിയം വീടൊക്കെയല്ലേ കാണണേ. നല്ല കാലത്ത് കാരണവന്മാരുണ്ടാക്കിയിട്ട് അതുകൊണ്ട് എത്ര പേർക്ക് വേണേലും താമസിക്കാം. അതെന്നെ മഹാഭാഗ്യം. ആ എടുത്തി, ആ കുട്ടികളെ ടോയ്ലറ്റിൽ മൂത്രം ഒഴിപ്പിക്കുകയും കക്കുസക്കരിത്തൊക്കെ ചെയ്യണേ. അല്ലാതെ പിന്നെ എന്റെ പുസ്തകമൊക്കെ എടുത്ത് ചീത്തയാക്കാതെ നോക്കണം. ഭയങ്കര വിലയാ ഓരോന്നിനും. നീ ഉരുകണ്ട. നിന്റെ മക്കൾ അതൊന്നും തൊട്ട് നോക്കും കൂടി ഇല്ല.
അതുകൊണ്ട് നീ പേടിക്കണ്ട അവറ്റങ്ങളുടെ അച്ഛനായിട്ടില്ല പതിവ്. പുസ്തകം കണ്ടാൽ അയ്യേ ഏതാണ്ട് വൃത്തിയായിട്ട സാധനം കാണുന്ന പോലെ മനസ്സിലായി. അമ്മ കിടന്നു, ഞാൻ ചെയ്തോളാം.